പറയട്ടെ, നമ്മുടെ ചാനലൊക്കെ നോക്കിയിട്ടും വീഡിയോസൊക്കെ കണ്ടിട്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എന്തായാലും എല്ലാവരും ലൈവിൽ കയറിയിട്ടും സന്തോഷം. പിന്നെ ഫുഡൊക്കെ കഴിച്ചോ അല്ലെങ്കിൽ വേണ്ടിൻ്റെയും ചോദിച്ച കളിയാക്കലുകളായിരിക്കും. ഞാൻ ചോദിച്ചിട്ടില്ല, എല്ലാം വായിച്ചു. ചേച്ചി ഞാൻ 13ാം ക്ലാസ്. ഞാൻ 8ാം ക്ലാസ്സിലാണ് ചേട്ടാ പഠിക്കുന്നത്. ചേട്ടൻ എന്നെ ചേച്ചിന്ന് എങ്ങനെ വിളിച്ചാന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ 13ാം ക്ലാസ്. ഞാൻ എന്റെ ചേട്ടൻ ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ ചേട്ടനാണോ എന്നെ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത്? കരഞ്ഞതല്ല കേട്ടോ, കണ്ണിന്ന് വെള്ളം വന്നതാ. ഹായ് ഷിബു എബ്രഹാം ചേട്ടൻ. ഹായ് ഷിയ മോളെ, നീയാണോ? ഹായ് ഷിയ. ഹായ് ഷിയാമോൾ. ഞാനോ അല്ല നീയാ? ഓ ഷിയാമോളാണല്ലേ. ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ. കുറുക്കന്റെ കല്യാണമോന്ന്? അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന ഒരാളല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കുറുക്കന്റെ കല്യാണം അല്ലേ? കുറുക്കന്റെ കല്യാണമോ? കുറുക്കന്റെ കല്യാണം ചേട്ടൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, ഇതൊരു കഥയാണോ. അതായത് ഈ മഴയും വെയിലും കൂടി, അതായത് മഴ പെയ്യും വെയിൽ തെളിയും, ആ സമയത്ത് കാട്ടിൽ കുറുക്കന്റെ കല്യാണം ഉണ്ടാകും. ചേട്ടൻ കേട്ടിട്ടില്ല? കുറുക്കന്റെ കല്യാണം ചേട്ടനൊന്നും കൊച്ചിലെ പറഞ്ഞിട്ടില്ല. ഞാനതൊക്കെ പറയാറുണ്ട്, കുറുക്കന്റെ കല്യാണം, പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഫുഡ് ഇല്ല ഷിയ. ഞാനിങ്ങനെ ലൈവിലൊക്കെ ഇരുന്ന് ഇന്ന് കുറെ ഹോംവർക്കും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ തീർത്തിട്ട് ഇരിക്കുകയാണ്. നീ ഹോംവർക്കൊക്കെ ചെയ്തോ? ഫുഡൊക്കെ കഴിച്ചോ? അനിയൻ എന്തെടുക്കുന്നു? കേട്ടിരിക്കുന്നു. നമ്മുടെ ലൈവ് കണ്ടിട്ട് ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ. കഴിച്ചില്ലേ? നമ്മളെ കളിയാക്കുന്ന ചേട്ടന്മാരൊക്കെ പോയോ? ഇല്ലെങ്കിൽ ഇപ്പോഴെന്തോരം കളിയാക്കലുകൾ വന്നേനെ. ഇന്ന് ഞാൻ പിന്നെ മെയിനായിട്ടൊരു വീഡിയോ ഇടാൻ കാര്യം, എനിക്കിന്ന് കുറച്ച് ഗിഫ്റ്റുകൾ കിട്ടിട്ടോ. അപ്പോൾ ആ ഗിഫ്റ്റുകളൊക്കെ ഹൗ ചെയ്തു. ഓക്കെ ഷിയ. അപ്പോൾ ഞാൻ ആ ഗിഫ്റ്റുകളൊക്കെ ഇന്ന് മെയിനായിട്ട് കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇന്നൊരു ലൈവ് മെയിനായിട്ട് ഇടുന്നത്. അപ്പം ഞാൻ ആ സംഭവങ്ങളൊക്കെ ഇന്ന് പെട്ടെന്ന് കാണിക്കാമേ. ഇതൊരു വാട്ടർ ബോട്ടിലാണേ. കണ്ടോ, ഞാൻ ഈ ഒരു വാട്ടർ ബോട്ടിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ അമ്മേൻ്റെ ഓഫീസിലുള്ളൊരു ചേട്ടൻ തന്നെയാണ് ഇത്. പിന്നെ ഒരു പൗച്ച്, പിന്നെ ഒരു എന്താണ് ബോക്സ്, പിന്നെ ഒരു ബുഷിൻ്റെ ഒരു ഇത്, ബുഷിൻ്റെ ഒരു സെറ്റ്, ഒരു സംഭവം. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരെ, കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു സബിതാൻ്റെ ആൻറ്റീൻ്റെ മോള് ക്രിസ്സ, ഇളയ കുട്ടിയാണ്. അപ്പോൾ അവളെയൊക്കെ ഡാൻസ്, പള്ളിയിലേക്ക് വേണ്ടി ഡാൻസ് പഠിപ്പിച്ചതിന് എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. നടരാജിൻ്റെ ഒരു പെൻസിലിൻ്റെ ബോക്സും, പിന്നെ എന്താണ് നമ്മുടെ സ്വന്തം ലെക്സി പേനേൻ്റെ ഒരു ഇതും, എന്താ ഒരു പാക്കറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ എന്താണ് അമ്മേൻ്റെ